വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നത് ഒരു പഴയ ചൊല്ലാണ്. പക്ഷേ അത് വളരെ സത്യമുള്ള ചൊല്ലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. അത് ഒരിക്കൽ പുറത്തേക്ക് വന്നു. ഇപ്പോൾ തുടരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരികയാണ്. ഇന്നും ഒരു പെൺകുട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്കെതിരെ ഉണ്ടാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് വൈകുന്നേരം കടക്കുന്നത്. ആദ്യം വന്ന പരാതിയിൽ നിയമത്തിന് മുന്നിൽ വരാതെ ഒളിച്ചു കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോഴാണ് അതിഗുരുതരമായ മറ്റൊരു പരാതി കൂടി പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നു. ഇന്ന് വൈകുന്നേരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് വീണ്ടും സമാന രീതിയിലുള്ള ഒരു അതിഗുരുതരമായ പരാതി കൂടി വരുന്നത്. ഇത്തവണ ഈ പരാതി നൽകിയിരിക്കുന്നത് KPCC അധ്യക്ഷനാണ്. രാഹുൽ ഗാന്ധിക്കാണ്, പ്രിയങ്ക ഗാന്ധിക്കാണ്. ഈ മൂവർക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ 23-കാരിയാണ് ഈ പരാതിക്കാരി. അതിക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ഈ പരാതിയിൽ പെൺകുട്ടി പറയുന്നത്. താൻ ഈ ലൈംഗിക വൈകൃതത്തിനുടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. ആ വൈകൃതത്തിന് താൻ എങ്ങനെ ഇരയായി എന്നതിന്റെ ഒരു വിവരണവും ഈ പരാതിയിൽ നേതൃത്വത്തിന് ഈ പെൺകുട്ടി അയച്ചു നൽകിയിട്ടുണ്ട്. തന്നെ ഇങ്ങോട്ട് പരിചയപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയായിരുന്നു എന്നത് ഈ പെൺകുട്ടി പറയുന്നു. ദീർഘകാലത്തെ പരിചയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായിരുന്നു എന്നത് പറയുന്നു. ആ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാം വഴി പരിചയം പുതുക്കിയ രാഹുൽ തന്നോട് ടെലഗ്രാമിലൂടെ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് നിരന്തരം വിവാഹ വാഗ്ദാനം നൽകുകയാണ്. ഒരു നിരന്തര വിവാഹ വാഗ്ദാനം നൽകി അത് യഥാർത്ഥ സ്നേഹമാണ് എന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കി. ആ പെൺകുട്ടി വീട്ടുകാരോട് ഇക്കാര്യം പറയുന്നു. ആദ്യം വീട്ടുകാർ ഈ വിവാഹത്തിന് അനുകൂലമായല്ല നിന്നിരുന്നത്, അവർ അതിനെ എതിർക്കുകയായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അത് അസ്ഥിരമായ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിവാഹ കാര്യം വീട്ടുകാർ എതിർത്തിരുന്നത്. പിന്നീട് രാഹുൽ ഈ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് വീട്ടുകാർ ആ ബന്ധത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന സാഹചര്യം ഈ പെൺകുട്ടി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകിയ പെൺകുട്ടി അതിനോട് അടുക്കുന്നു എന്ന് മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും പെൺകുട്ടിയെ ഒരു ഒഴിഞ്ഞ ഫാം ഹൗസ് പോലുള്ള ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഫെനി നൈനാനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന് പെൺകുട്ടി പറയുന്നു. അവിടെ എത്തിയ പെൺകുട്ടിയെ യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ എത്തിക്കുന്നു. അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ശരീരമാസകലം പരിക്കേറ്റു തനിക്ക്. ശാരീരികവും മാനസികവുമായി അതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു എന്ന് പെൺകുട്ടി പറയുന്നു. താൻ കടന്നുപോയ സാഹചര്യം എന്താണ് എന്നത് ആ പരാതിയിൽ ആ പെൺകുട്ടി വിവരിക്കുന്നുണ്ട്. ശരീരമാസകലം പരിക്കേറ്റു, വളരെ ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് ആ പെൺകുട്ടി ആ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. പിന്നീട് വിവാഹ വാഗ്ദാനവുമില്ല, യാതൊരു കമ്മ്യൂണിക്കേഷനുമില്ല. തന്റെ അവസ്ഥ എന്താണ് എന്നത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഭയപ്പെട്ടു പോയി താൻ കടന്നുപോയ സാഹചര്യങ്ങൾ, തനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടി അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് താൻ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത് ഭയം മൂലമാണ് എന്നത് പറയുന്നു. പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു. വീണ്ടും ഉപദ്രവിക്കുമോ എന്ന പേടിയെ തുടർന്നാണ് തനിക്ക് പരാതി നൽകാൻ കഴിയാതിരുന്നതെന്ന് ഈ പെൺകുട്ടി പറയുന്നു. അങ്ങനെ മിണ്ടാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് വീണ്ടും ബന്ധപ്പെട്ട് തനിക്ക് ഒരു കുട്ടിയെ ഉണ്ടാക്കണം ഈ പെൺകുട്ടിയിൽ എന്ന് പറയുകയാണ്. തന്നെ ഗർഭം ധരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറയുന്നത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഉയർന്ന പരാതിയിൽ കണ്ട അതേപോലെ ഉള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഈ പെൺകുട്ടി വിധേയയായിട്ടുണ്ട് എന്നതാണ് ഈ പരാതിയിൽ മനസ്സിലാക്കുന്നത്. താൻ ഗർഭിണിയാക്കണം എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ ഒരു മാസത്തിനിപ്പുറം പിന്നീട് രാഹുൽ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നതാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറയുന്നത്.
രാഹുൽ ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് എന്നത് ഈ പെൺകുട്ടി പറയുന്നു. KPCC നേതൃത്വത്തിനാണ് ഈ പരാതി അയച്ചു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതിയുമായി വന്നപ്പോൾ അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നത് മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് കണ്ടാണ് താൻ ഇതുവരെ പരാതിപ്പെടാതിരുന്നത്. ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ക്രൈംബ്രാഞ്ച് തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട് എന്ന കാര്യവും പെൺകുട്ടി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരാതി എഴുതി നൽകാനുള്ള ധൈര്യം തനിക്കുണ്ടായില്ല എന്നതാണ് ഈ പെൺകുട്ടി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ കെ മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ ഞങ്ങൾ നൽകിയത്. അപ്പോൾ പേരില്ലാത്ത പരാതിയാണെങ്കിൽ പോലും ആ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് അത് DGPക്ക് അയച്ചു. അപ്പോൾ തുറന്നുള്ള നടപടികൾ, കാരണം ഇത് നിലവിലുള്ള ഇപ്പോൾ അന്വേഷിക്കുന്ന അതേ സംഭവം തന്നെയാണ് പരാതി രൂപത്തിൽ പാർട്ടിക്ക് കിട്ടിയത്. ഇപ്പോൾ പോലീസിന്റെ മുമ്പിലുള്ള വിഷയമാണ് പാർട്ടിയുടെ മുമ്പിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതിജീവിത എന്നുള്ള നിലയിൽ അവർ തന്ന പരാതി പാർട്ടിക്ക് ഇനി ചെയ്യാവുന്ന കാര്യം DGPക്ക് അയച്ചു കൊടുത്തു. പോലീസുമായി ഏത് കാര്യത്തിൽ വേണമെങ്കിലും പാർട്ടി സഹകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് വളരെ വ്യക്തമായി പ്രസിഡന്റ് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല. അത് മിക്കവാറും 11-ാം തീയതി കഴിയുന്നവരെ സർക്കാർ ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കും. സർക്കാരിന് അതിജീവിതയെ സംരക്ഷിക്കണം എന്നല്ല, മറിച്ച് ഇതിങ്ങനെ ലൈവായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീട്ടിക്കൊണ്ടുവന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അത് വ്യക്തമായി പ്രസിഡന്റ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അത് അദ്ദേഹത്തിനോട് ഇനി കാണുമ്പോൾ ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇനി കാണാൻ പിന്നെ എന്തിനാണ് ഈ പോലീസ്, എന്തിനാ അവിടെ പോയി സസ്പെൻഷനാണ്. പാർട്ടിക്ക് ഇനി ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ചെയ്ത പ്രവൃത്തി കാരണമാണ് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറ്റിയത്. രണ്ടും ഏതാണ്ട് ഒരു ഇത് തന്നെയാണ്, പുറത്താക്കലും സസ്പെൻഷൻ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അത് അവരുടെ ഇഷ്ടമുള്ള പരാതി, അതിൽ ഏത് ഭാഷ ആണെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പാർട്ടിക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, പുതിയ പരാതിയിലും ചെയ്യാനുള്ളത് പാർട്ടി ചെയ്തിട്ടുണ്ട് എന്ന് കെ മുരളീധരൻ പറയുകയാണ്. KPCCക്ക് ലഭിച്ച ഈ പരാതി പേരില്ലാത്ത പരാതിയായിട്ടും അത് DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നതാണ് കെ മുരളീധരൻ സൂചിപ്പിക്കുന്നത്. അതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന ഒരു നിലപാടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ കെ മുരളീധരൻ സ്വീകരിക്കുന്നത്. എന്താണോ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായി ഇങ്ങനെ നിലനിർത്തി പോരേണ്ടത്, ഈ വിഷയം ഇങ്ങനെ നിലനിർത്തേണ്ടത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ അവർ ചെയ്യുമെന്ന ഒരു കാര്യം കൂടി, ഒരു ആരോപണം കൂടി കെ മുരളീധരൻ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ KPCC അധ്യക്ഷനാണ് പരാതി അയച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഈ പരാതി DGPക്ക് കൈമാറുകയും തുടർ നടപടികൾ കൂട്ടായി ആലോചിച്ച് വേണമെങ്കിൽ എടുക്കുമെന്ന കാര്യവുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ പെൺകുട്ടി അതിക്രൂര ബലാത്സംഗത്തിനാണ് ഇരയായിരിക്കുന്നത്. എന്താണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പരാതിയിലെ യുവതി അനുഭവിച്ചത്, ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലൂടെ ഈ പെൺകുട്ടിയും കടന്നു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പെൺകുട്ടിയോടും ശാരീരിക ബന്ധം ആവശ്യപ്പെടാൻ വിവാഹ വാഗ്ദാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ബലാത്സംഗം ചെയ്യുന്നു. ആ പെൺകുട്ടിയെയും ഇതുപോലെ ഗർഭം ധരിപ്പിക്കണം എന്നത് ആവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നു. ഇതൊക്കെ സമാനമായ രീതിയിലുള്ള ലൈംഗിക വൈകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരോടും പ്രകടിപ്പിച്ചത് എന്നതിന്റെ സൂചനയാണ്. ഇപ്പോൾ നമുക്കൊപ്പം BV വിനോദ് കൂടി ഈ വിഷയത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ KPCC അതിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കഴിഞ്ഞു എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. KPCC നേതൃത്വത്തിനെ സംബന്ധിച്ച് നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞു എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുണ്ട്. കോൺഗ്രസിന് ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന ന്യായീകരണം മാത്രം പറഞ്ഞുകൊണ്ട് KPCCക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ വിനോദ്?
രേണുക, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട, അത് ആദ്യഘട്ടത്തിൽ തന്നെ കൈവിട്ട നേതാക്കളിൽ ഒരാളാണ് കെ മുരളീധരൻ. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിനർത്ഥം പുറത്തു തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മറിച്ചൊരു നിലപാടാണ് തുടക്കം മുതൽ എടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിശബ്ദമായെങ്കിലും പിന്തുണ നൽകുന്ന ഒരു രീതിയിലായിരുന്നു. കെ സുധാകരൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അപകടം തിരിച്ചറിയുന്നു KPCC നേതൃത്വം. AICCക്കും KPCCക്കും പരാതി വന്നതിന് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ DGPക്ക് ഈ പരാതി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാകണം. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു ചലനം, അല്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന ആളുകളെ ആക്രമിക്കുക, അതൊന്നുമല്ല നിയമവശം. ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലാണുള്ളത്. ഒരുപക്ഷെ അങ്ങനെ അതിജീവിതയെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ പോലും ചില ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വളരെ കൃത്യമാണ്. നേരത്തെയും ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ പെരുമാറിയെന്ന പ്രോസിക്യൂഷൻ്റെ വാദമാണ് കോടതി അംഗീകരിച്ചത്. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കം തന്നെ നടന്നു എന്നത് വിലയിരുത്തിയാണ് റിമാൻഡ് ചെയ്തത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവിൽ ഓടുന്നത്. കേരളവും തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മാറി മാറി സഞ്ചരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത്. KPCCയെ സംബന്ധിച്ച് ഇപ്പോൾ എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ പരാതി പോലീസിന് കൈമാറുക എന്നത്. കാരണം 9-ന് ആദ്യഘട്ടവും 11-ന് രണ്ടാം ഘട്ടവുമായി തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ KPCCക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ പെൺകുട്ടി പറയുന്നു KPCC അധ്യക്ഷൻ യാതൊരു പരാതിയും കിട്ടിയില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇത് അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. തനിക്ക് നിയമപരമായി ഇതിൽ പോരാടാൻ താല്പര്യമില്ല, അങ്ങനെ ചെയ്യുന്നവർ അനുഭവിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് തനിക്ക് അറിയാമെന്ന് പറയുന്നു. നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ളൊരു പരാതി കിട്ടിയാൽ അത് അന്വേഷണ സംഘത്തിന് കൈമാറുക എന്നതൊരു സ്വാഭാവിക നിലപാടല്ലേ, അല്ലെങ്കിൽ സ്വാഭാവികമായും ചെയ്യേണ്ടുന്ന കാര്യമല്ലേ. മാത്രവുമല്ല, ആ പെൺകുട്ടി ഇതിന്റെ പകർപ്പുകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പരാതി സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അതിൽ നടപടികൾ എടുക്കണം എന്ന ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെ പെൺകുട്ടി ഇത് മാധ്യമങ്ങൾക്ക് കൂടി നൽകുകയായിരുന്നു. അതായത് പരാതി കിട്ടിയില്ല എന്ന് ഇനി നേതൃത്വം പറയരുത് എന്നെങ്കിലും ആ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നിരിക്കണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് രേണുക. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരാതിയാണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നതെങ്കിൽ ഒരു കാരണവശാലും പാർട്ടി നേതൃത്വം ഇത് പോലീസിന് കൈമാറാൻ പോകുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി വളരെ വഷളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരാതി പോലീസിന് കൈമാറാനെങ്കിലും തീരുമാനിച്ചത്. കാരണം ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതി വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പല പരാതികൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. പല നേതാക്കളും സ്വകാര്യമായെങ്കിലും സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും മോശം അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് ഇത് ആദ്യമായി കോൺഗ്രസ് നേതൃത്വം അറിയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഈ പരാതി കൊടുക്കുന്നതിന് കാരണം രേണുക പറഞ്ഞതുപോലെ ഇത് ഇത്രയും വഷളായ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ഈ പരാതി കിട്ടുന്നു. KPCC അധ്യക്ഷൻ, KPCC നേതൃത്വം ഇതിൽ എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യം തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്നതിലെ അപകടം, ഇതെല്ലാം മനസ്സിലാക്കി നേരെ പോലീസിൻ്റെ കയ്യിലേക്ക് ഇത് ഏൽപ്പിച്ച് കൈ കഴുകുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ അവിടെയും തീരുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നത് SIT ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. SITയോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന പരാതിക്കാരി, ആ പരാതി നൽകിയ പെൺകുട്ടി ബാംഗ്ലൂരിലാണ് കഴിയുന്നത്. 23 വയസ്സാണ്. ആ പെൺകുട്ടിയെ ഇപ്പോൾ ആദ്യത്തെ കേസിൽ അന്വേഷണ സംഘം സമീപിക്കുകയും ഈ പെൺകുട്ടിയിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. സെഷൻസ് കോടതി മുമ്പാകെ ഈ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം കോടതി മുമ്പാകെ സമർപ്പിക്കും. ആ മുൻകൂർ ജാമ്യത്തെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരികയാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു പരാതിക്കാരിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരിക്ക് എല്ലാ സുരക്ഷിതത്വവും ഉറപ്പാക്കണം. കാരണം ഈ പരാതിയിൽ തന്നെ പറയുന്നത് തനിക്ക് ഭയമാണ്. ഒന്നാമത്തെ പരാതിക്കാരിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അതിക്രമം കണ്ടിട്ട് തനിക്ക് ഭയമാകുന്നു. തൻ്റെ വീട്ടുകാരൊക്കെ നേരിടാൻ പോകുന്ന ആ ഭീകരമായ സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താൻ ഔദ്യോഗികമായി പരാതി കൊടുക്കുന്നില്ലെന്ന കാര്യമാണ് ഈ കത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു ഭയം ഉള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ഈ പരാതിക്കാരിക്ക് എല്ലാ പിന്തുണയും
പോലീസ് ഉറപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടാമതൊരു FIR കൂടി വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അങ്ങനെ വരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ കുടുക്കിലേക്ക് പോവുകയാണ്. തീർച്ചയായും രാഹുലിന് കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ 6 ദിവസമായി ഒളിവിലാണ്. എവിടെയോ ഒളിവിലിരുന്ന് ജാമ്യത്തിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണ്. ആ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിച്ചു കീറാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പോലും നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് റിവീൽ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഫലമാണ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം നേടിയെടുക്കുക എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പദ്ധതിയെങ്കിൽ ഇനി അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമായി മാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഇപ്പോൾ മറ്റൊരു പരാതി, അതും സമാന നിലയിലുള്ള പരാതി, ഇയാൾ ഈ കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവായി നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണോ ആദ്യ പരാതിയിൽ ആ പെൺകുട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ, എന്താണോ ആ പെൺകുട്ടി അനുഭവിച്ചത്, അതുപോലെ തന്നെയുള്ള പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നാളത്തെ മുൻകൂർ ജാമ്യത്തെ വരെ ബാധിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടോ എന്നത് കൂടിയാണ് ഇപ്പോൾ അറിയേണ്ടത്. നിയമ വിദഗ്ധരുടെ ഈ കാര്യങ്ങളിലുള്ള പ്രതികരണം കൂടി നമുക്ക് തേടാം. എന്താണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി എന്ത് തീരുമാനങ്ങളിലേക്ക് എത്തും, അതിന്റെ സാധ്യത എന്താണ് എന്ന് നമുക്ക് അവരോട് ആരായാം. വിനോദ്, ഇവിടെ നോക്കൂ, ഇപ്പോൾ എത്ര ഗൗരവത്തിലാണ് ഈ വിഷയം നീങ്ങുന്നതെന്ന് നമുക്കറിയാം. ആദ്യം റിനി ആൻഡ് ജോർജ് സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ ഒരു പരാമർശം എന്ന നിലയിൽ മോശം പരാമർശങ്ങൾ അടങ്ങിയ മെസ്സേജ് അയച്ചു എന്ന രീതിയിൽ തുടങ്ങിയ വിഷയമാണ്. ഇത്രയധികം പരാതികൾ വരുന്നു. അതും ഓരോ സ്ത്രീകളെയോടും എത്ര മോശമായാണ്, അവരുടെ ജീവിതത്തിനെ പോലും ബാധിക്കുന്ന തരത്തിൽ, അവരുടെ ജീവൻ എടുക്കുന്ന തരത്തിലൊക്കെയുള്ള പെരുമാറ്റങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് വ്യക്തമാകുന്നു. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ സമാനമായ ഒരു പരാതി കൂടി വന്നിരിക്കുന്നു. പക്ഷെ നോക്കൂ, ഇതുവരെ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി വന്നിട്ട് 6 ദിവസമാകുന്നു. എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നതൊരു ചോദ്യമല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ നടിമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ വാഹനം ഉപയോഗിച്ച് ഇങ്ങനെ എവിടെയൊക്കെയോ ഒളി സങ്കേതത്തിലേക്ക് പോകുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിനൊക്കെയുള്ള ഒത്താശ ചെയ്യുന്നു എന്നതൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത്. നമ്മുടെ അന്വേഷണ സംഘം എന്ത് ചെയ്യുന്നു? നേരത്തെ കെ മുരളീധരൻ ചോദിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് പോലീസ് അല്ലേ എന്നതാണ്. സ്വാഭാവികമല്ലേ ആ ചോദ്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ അറസ്റ്റ് പാടില്ല എന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. പിടികൂടാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരേക്ക് പോവുകയും അവിടെ നിന്ന് കർണാടക ബേലൂർ പോലുള്ള സ്ഥലത്ത് താമസിക്കുകയും അവിടെ നിന്ന് അന്വേഷണ സംഘം എത്തുന്നുവെന്ന് മനസ്സിലാക്കി കർണാടകത്തിലേക്ക് കടന്നു എന്നുള്ള ഒരു വിവരമൊക്കെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് അന്വേഷണ സംഘം ഈ തമിഴ്നാട് അതിർത്തിയിൽ എത്തിയതായ വിവരം നമുക്ക് ലഭിച്ചത്. അതിനു മുൻപ് തന്നെ പുലർച്ചെ തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് കർണാടകയിലേക്ക് കടക്കുന്നു. ആ സഞ്ചരിച്ച വാഹനം അവിടെ ഒഴിവാക്കി ആ വാഹനം ഓടിച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അയാളെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റൊരു വാഹനങ്ങൾ മാറി മാറി ഇങ്ങനെ സഞ്ചരിക്കുകയാണെന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അതിശക്തമായി തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു, BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഈ 6 ദിവസമാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടം 3 സംസ്ഥാനങ്ങളിലായി സഞ്ചരിക്കുന്നു. വക്കീലുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നു. വക്കാലത്ത് ഒപ്പിടാൻ തിരുവനന്തപുരത്തെത്തിയെന്ന വിവരം വരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ്. അവിടെയാണ് കോൺഗ്രസ് മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ വിവാദം ഇങ്ങനെ കത്തിച്ചു നിർത്തുക എന്നൊരു താല്പര്യം LDFിനുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അത് തള്ളിയാലും ഒരുപക്ഷെ ഒളിവിൽ തുടർന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിയെ പിടികൂടുക എന്നൊരു നിലയിലേക്ക് പോകില്ല. കാരണം തിരഞ്ഞെടുപ്പ് വരെ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ ഒരു വശത്ത് നിൽപ്പുണ്ട്. അവിടെ പ്രധാനപ്പെട്ട CPM നേതാക്കളാണ് ജയിലിൽ പോയത്. പത്മകുമാറും വാസുവും ഒക്കെ ജയിലിൽ പോകുന്ന. വിനോദ്, ഒന്ന് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ, റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കമാൽ പാഷ, നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി കൂടി വരികയാണ്. എന്താണോ ആദ്യ പരാതിക്കാരി പറഞ്ഞത്, സമാനമായ നിലയിലുള്ള ഒരു പരാതി കൂടി വീണ്ടും വരുന്നു. KPCC നേതൃത്വത്തിന് കിട്ടിയ പരാതി ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളത്തെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ 2 ഒരേ സ്വഭാവത്തിലുള്ള പരാതി വന്നത് ആ മുൻകൂർ ജാമ്യാപേക്ഷയെ എങ്ങനെ സ്വാധീനിക്കും എന്നാണ് കരുതുന്നത്? അല്ല, വീണ്ടും ഉള്ള പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അത് ആ പ്രതിയായിട്ടുള്ള ആൾക്ക് കുറെ അഡ്വൈസ് ആയിരിക്കും അങ്ങനെയുള്ളത്. ഇപ്പൊ ഇയാളെ പിടിക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെ കേരള പോലീസിന് പിടിക്കാൻ വയ്യാത്തൊന്നുമല്ല.
ഇതിലെ ഈ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം നമ്മൾ കേട്ടിട്ടില്ലേ? പൂച്ചയിലെ എലിയായിട്ട് കളിക്കുന്നേ, ആ പണിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം, അതുപോലെ PM ശ്രീ, പിന്നെ അതുകൂടാതെ ഇപ്പൊ ലേബർ കോഡിന്റെ അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്തത്, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ശകലം ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു ഈ പാർട്ടി. അവരുടെ 2 നേതാക്കൾ, CPMന്റെ 2 നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് അതൊന്ന് കൊഴുപ്പിക്കാൻ, അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം വീണ് കിട്ടിയതല്ല. യഥാർത്ഥത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്നുള്ളതിനെ കുറിച്ച് പുറത്ത് വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പെട്ടതോ അയാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയറി നടക്കുന്നവനുമാണ്, ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. ഇപ്പൊ പുതിയത് വന്നെന്നൊക്കെ പറയുന്നു. ഏതായാലും അയാള് ഇവിടെ ഇവർക്ക് പിടിക്കാൻ വയ്യാത്തൊന്നുമല്ല, അയാളെ ഇവർ വിട്ടേക്കാണ് അവര് ആവശ്യം വരുമ്പോ. കാരണം പിടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് തീർന്ന് ഈ പ്രശ്നം അവിടെ തീരുകയാണ്. അപ്പൊ പിടിക്കുന്നത് വരെ അയാളെ പിടിക്കാൻ പോകുന്നു, അയാൾ അങ്ങോട്ട് പോകുന്നു, എല്ലാ ജില്ലയിലും അത് പറഞ്ഞ് കൊണ്ടുപോകണം. അല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല, വേറെ ഒന്നുമല്ല. ജസ്റ്റിസ് കമാൽ പാഷ, അങ്ങനെയും പറയാം. പക്ഷേ നോക്കൂ, നേരത്തെ സിദ്ദിഖിന്റെ കേസിൽ മറ്റ് പല ലൈംഗിക ആരോപണ കേസുകളിലും സമാനമായ നിലയുണ്ട്. അവർക്ക് ഏത് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം കിട്ടുന്നു അതുവരെ കാത്തിരിക്കുന്ന അന്വേഷണ സംഘങ്ങളെ നമുക്ക് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ വിഷയങ്ങൾ കൊണ്ടാകാം, ഒരുപക്ഷെ ഈ വിഷയങ്ങളിലുള്ള പൊതു സമീപനം എന്ന നിലയിൽ പോലും കാണാം നമുക്കത്. അങ്ങനെയും പറയാൻ പറ്റും. പക്ഷേ ഇത് അതൊന്നുമല്ല. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ നിർദ്ദേശം കാണും ഈ കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. അല്ലാതെ ഇയാളെ കേരള പോലീസിന് പിടിക്കാൻ വയ്യാത്തൊന്നുമല്ല. അയാൾ പാലക്കാട്ടിൽ നിന്ന് പോയി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ ആ കാരണത്തോ ഈ കാരണത്തോ ഇവർക്ക് പിടിക്കാൻ വയ്യാത്തതാണോ? ഇവര് നല്ല കള്ളന്മാരെ ഇവർ പോയി പിടിച്ചോണ്ട് വരുമല്ലോ. ഇയാൾ ഒരു MLA ആയിരിക്കുന്ന ഒരാളല്ലേ, അയാളെ അറിയാൻ വയ്യാതൊന്നുമില്ല. അതുകൊണ്ട് പിടിക്കാൻ വയ്യാത്തതൊന്നുമല്ല, അത് ഊരി വിട്ടേക്കുന്നതാണ്. അത് സമയമാകുമ്പോ ഇതിന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് പിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പൊ തൽക്കാലം ഇതൊന്ന് കൊഴുപ്പിച്ച് ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഇതൊന്ന് നിർത്തണം. ഈ 9-ാം തീയതി കഴിയാതെ ഇയാളെ പോയി പിടിക്കുകയല്ല അവര്, നോക്കിക്കോളൂ നിങ്ങള്. ഇപ്പോ അവിടെയാണ് കോടതി നാളെ എടുക്കുന്ന നിലപാട് എന്ത് എന്നത് പ്രസക്തമാകുന്നത്. ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ജാമ്യാപേക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ മറ്റൊരു പരാതി കൂടി വരുമ്പോൾ കോടതി സ്വാഭാവികമായും അത് പരിഗണിക്കും. അത് നോക്കിക്കാണാനുള്ള സാധ്യതയുണ്ടോ? അന്വേഷണ സംഘം ഒരുപക്ഷെ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അതിനെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കോടതി കാണുമോ? അല്ല, അത് ഇതുപോലെ തന്നെ അതിനകത്ത് FIR എടുക്കണം. അതൊക്കെ എടുത്താലേ മാർഗമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു പരാതി ഒന്നും എഴുതി കൊടുത്താലൊന്നും അതൊന്നും കോടതി പരിഗണിക്കണമെന്നില്ല. അത് ശരിയായ വാലിഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ യഥാർത്ഥത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. FIR ക്രൈം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് കോടതിയുടെ ജുഡീഷ്യൽ നോട്ടീസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് അവർക്ക് എഴുതി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നതെങ്കിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചു 9-ാം തീയതി വരെ ഈ അറസ്റ്റ് നടക്കാൻ പോകുന്നില്ല എന്ന്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ വീണ്ടും അറസ്റ്റ് ഒഴിവാക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സാധ്യമാകുമോ? അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? അതൊന്നും കാര്യമില്ല. അവിടുന്ന് തള്ളിക്കഴിഞ്ഞാൽ അയാൾ ഹൈക്കോടതി കൊണ്ട് കൊടുക്കും ആ നിമിഷം തന്നെ അവിടെ. അപ്പൊ പറയും അവിടെ ഹൈക്കോടതിയുടെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോ അത് ആ രീതി പറഞ്ഞു നിൽക്കാം. അപ്പൊ അത് ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇത് അനുവദിക്കോ തള്ളുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ. ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യം കിട്ടാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ആ ബലാത്സംഗ പരാതിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്റെ അഭിപ്രായത്തിൽ അത് അയാൾക്ക് ജാമ്യം കിട്ടാനുള്ളതാണ് അതിനകത്ത്. പിന്നെ മറ്റേ മിസ്കാരേജ് അത് മാത്രമേ ഉള്ളൂ. അതിന്റെ കാര്യത്തിൽ എന്താണെന്ന് എവിഡൻസ് കാണാതെ എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. കാരണം അതിന് എന്റെ എവിഡൻസ് ഒന്നും എന്റെ കയ്യിൽ ഇല്ലാതാനും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ശരി, വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കോടതിക്ക് മുന്നിൽ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുക സാധ്യമല്ല. പക്ഷേ വീണ്ടും ഒരു പരാതി കൂടി സമാന സ്വഭാവത്തിലുള്ളത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പക്ഷേ അത് മുൻകൂർ ജാമ്യാപേക്ഷയെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല.
ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി നിൽക്കാൻ വേണ്ടി അറസ്റ്റ് ഒഴിവാക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി, അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കമന്റാണ്, അതുകൂടി അദ്ദേഹം നടത്തുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ് ഭരണപക്ഷം എന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ അനുകൂല സാഹചര്യം സൃഷ്ടിക്കും എന്ന് കാണാൻ വയ്യ. കാരണം ഇത്രയും ഗുരുതരമായ ഒരു പരാതിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. മാത്രവുമല്ല, സമാന നിലയിലുള്ള മറ്റൊരു പരാതി കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തേക്ക് വരികയാണ്. നേരത്തെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണ്. തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് പരാതിയില്ല എന്നതായിരുന്നു ഇതുവരെ മുന്നോട്ട് പോകുന്നതിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിക്കുന്നതിൽ, കാര്യങ്ങൾ അറിയുന്നതിൽ, ഒരു നടപടിയിലേക്കൊക്കെ കടക്കുന്നതിൽ തടസ്സമായിരുന്നത്. എങ്കിൽ ഇപ്പോൾ അവരുടെ മുന്നിൽ പരാതി വന്നിട്ട് 6 ദിവസമാകുന്നു, എന്നിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ഇല്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ കബളിപ്പിച്ച് പല സ്ഥലങ്ങളിലായി, ഏതാണ്ട് 3 സംസ്ഥാനങ്ങളിലായി കറങ്ങി നടക്കുന്നു എന്ന് വരുമ്പോൾ അത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചും ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അധികം തുടരാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. വി വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിനോദ്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാലും ഒരുപക്ഷെ അറസ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ടാകില്ല എന്നതാണ് റിട്ടയർഡ് ജസ്റ്റിസ് നമ്മളോട് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഈ 9-ാം തീയതി വരെയൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ടുപോവുക, 11 വരെയൊക്കെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവുക, രാഹുൽ മാങ്കൂട്ടത്തലിന് ഹൈക്കോടതിയെ സമീപിക്കാൻ, വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ? നമ്മൾ പല സമാനമായ കേസുകളിലും അത്തരം സമീപനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. രേണുക, ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ. അതിൽ കമാൽ പാഷ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബലാത്സംഗം എന്നുള്ള കുറ്റം നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ വകുപ്പ് പ്രകാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷയോ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകുന്ന നിലയോ ഒന്നും തന്നെ അതിലുണ്ടാകില്ല. പക്ഷേ ഈ നിർബന്ധിത ഗർഭചിത്രം എന്ന ഒരു വലിയ കാര്യം അതിനകത്തുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന, ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തി എന്ന കാര്യം, അത് തൻ്റെ ഗർഭമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ പോലും എന്തിന് അങ്ങനെ ഒരു നിലയിലേക്ക് പോയി? ആ ഓഡിയോ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ആ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട്, താൻ ആ കുഞ്ഞിനെ വളർത്തിക്കോളാം, എന്തിനാണ് കൊല്ലണം എന്ന് പറയുന്നത്, ഈ കുഞ്ഞ് വേണമെന്ന് ആദ്യം നിർബന്ധിച്ചത് ആരാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു പറയുന്നത് ഈ കുഞ്ഞ് വേണ്ട എന്നുള്ള ആ ഒരു തരത്തിൽ തന്നെയാണ്. നിന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സമയം വേണമെന്ന് ചോദിക്കുന്നു, തൻ്റെ തല പെരുക്കുന്നുവെന്ന് പറയുന്നു, അതിൽ തെറി വിളിക്കുന്നു, അങ്ങനെ ഡോക്ടറെ പോയി കാണാൻ പറയുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൊണ്ട് കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്താണെന്ന കാര്യവും പെൺകുട്ടി പറയുന്നുണ്ട്. അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ, പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ വിജയിച്ചാൽ ഉറപ്പായും ജാമ്യം നിഷേധിക്കുമെന്നതിൽ തർക്കമില്ല. മറ്റൊന്ന്, ഈ പെൺകുട്ടി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നതാണ്. അതായത് ഈ മാനസികമായ ഒരു വലിയ ട്രോമ അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ മാനസിക പീഡനം താങ്ങവയ്യാതെ 4-ാം മാസത്തിലാണ് ഗർഭചിത്രം നടക്കുന്നതെന്ന് പറയുന്നു. ഡോക്ടറുടെ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സർക്കാർ ആശുപത്രിയിലും പ്രൈവറ്റ് ആശുപത്രിയിലും പോയിരുന്നു, അവിടെ ഡോക്ടർമാർ എന്ത് പറഞ്ഞു, എങ്ങനെയാണ് അവരുടെ റിപ്പോർട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റിപ്പോർട്ടുകളും ആ സാഹചര്യവും രാഹുൽ മാങ്കൂട്ടവുമായി കണക്ട് ചെയ്ത് വരുന്ന തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞാൽ അതിൽ ഒരു തർക്കവും വേണ്ട, റിമാൻഡിലേക്ക് പോകുമെന്ന കാര്യത്തിൽ അത് മറ്റ് കാര്യങ്ങളില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുതിയ പരാതി, ഈ പരാതി എങ്ങനെയാണ് കോടതിയിൽ നാളെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കാൻ പോകുന്നതെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പരാതിക്കാരി പറയുന്നത് തന്നെ തന്നോട് ഇതിനകം ക്രൈംബ്രാഞ്ച് വിശദാംശങ്ങൾ തേടുകയും താൻ കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തോട് വിശദീകരിക്കുകയും ചെയ്തു. ഒരു പരാതി നൽകാത്തത് ഇപ്പോൾ ആദ്യത്തെ പരാതിക്കാരിയെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതിൽ തനിക്ക് ഭയമുണ്ട്, തൻ്റെ വീട്ടുകാരെയും തന്നെയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുമെന്ന ഒരു ഭയമാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെയെങ്കിൽ കോടതി പറയുകയാണ്, ഈ കുട്ടിക്ക് സുരക്ഷിതത്വം നൽകണം, അത് പരാതിയാക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ സംരക്ഷണവും പോലീസ് നൽകിക്കൊണ്ട് നീതി ഉറപ്പാക്കണമെന്നൊരു നിലയിലേക്ക് കോടതി പോവുകയും ഇതൊരു സബ്സ്റ്റൻസ് എവിഡൻസായി, അല്ലെങ്കിൽ ഈ ആദ്യത്തെ കേസിന് ഉപോത്ബലകമായി വരുന്ന ഒരു രേഖയായി, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ ടെലിവിഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ, റിപ്പോർട്ടിങ്ങിൽ പറയുന്നത് പോലെ ആയിരിക്കില്ല. കോടതിക്ക് മുമ്പിൽ തെളിവുകൾ വരണം. ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകളും ആ കുട്ടിയുടെ മൊഴിയുമൊക്കെ കൃത്യമായി കോടതിക്ക് മുന്നിൽ എത്തിയാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല.
മറ്റൊന്ന് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളാണ്. അത് CPM എന്തിനിങ്ങനെ ചെയ്യുന്നു, LDF എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നതിന് കോൺഗ്രസ് തന്നെ പറയുന്ന കാര്യം 9-നും 11-നും 2 ഘട്ടങ്ങളിലായി തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുവരെ ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തി നിർത്തുക എന്നത് അവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഈ സ്വർണ്ണപ്പാളി വിഷയമൊക്കെ ഹൈഡ് ചെയ്യുക എന്ന ഒരു രാഷ്ട്രീയ ആരോപണം ഒരു വശത്തു നിന്ന് വരുന്നു. മറ്റൊന്ന്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാമെങ്കിലും അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഈ മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹീറോ പരിവേഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. വീട് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടി എന്ന ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ കേസിൽ ദുർബലമാകുന്ന ചില കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നു. ആ തിരിച്ചറിയൽ രേഖയുമായി വ്യാജ കാർഡുകളുമായി പോയ വാഹനം പേർക്കട പോലീസ് പിടികൂടുകയും. ശരി വിനോദ്, ഒന്നുകൂടെ തുടരുക. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ എൻ ശ്രീകുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ ശ്രീകുമാർ, കേൾക്കാമോ? അദ്ദേഹത്തിന്റെ കോൾ കട്ടായിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതി കൂടി വന്നിരിക്കുകയാണ്. KPCC നേതൃത്വത്തിന്റെ മുന്നിലാണ് ഈ പരാതി എത്തിയത്. ഇമെയിലായി പെൺകുട്ടി പരാതി അയക്കുകയായിരുന്നു. ബംഗളൂരു സ്വദേശിയായ 23-കാരിയാണ് ഈ പരാതി KPCC നേതൃത്വത്തിന് അയച്ചു നൽകിയത്. KPCC നേതൃത്വം ഈ പരാതി DGPക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ KPCC അധ്യക്ഷൻ തനിക്ക് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ആവർത്തിച്ച് പാർട്ടിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ്, അത് അന്വേഷിച്ച് കിട്ടിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഒരുമിച്ച് നടപടിയെടുത്തിട്ടുള്ളത്, കൂട്ടായ തീരുമാനപ്രകാരം നടപടിയെടുത്തിട്ടുള്ളത് എന്നത് മാധ്യമങ്ങളോട് തുറന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് ശരിയായ ബോധ്യമാണ്. കടലിരമ്പി വന്നാലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴായിരുന്നു KPCC അധ്യക്ഷൻ തനിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്കാണ് ഈ പരാതി എത്തിയിരിക്കുന്നത്. ആ പരാതി കിട്ടി എന്നത് KPCC അധ്യക്ഷൻ സ്ഥിരീകരിക്കുകയാണ്. കൂടുതൽ നടപടികൾ വേണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കും നേതൃത്വം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതിലെ വിശദാംശങ്ങൾ എവിടെയാണെന്നോ ഡേറ്റോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതിനെ സംബന്ധിച്ച് പോലീസിന്റെ ശ്രദ്ധയിൽ, ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടുണ്ടെന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരിയുടെ വിശദാംശങ്ങളുമില്ല. വിശദാംശങ്ങളുണ്ടെങ്കിലും വെളിപ്പെടുത്താൻ പാടില്ല. ഞാൻ ഏതായാലും അപ്പൊ തന്നെ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫിന് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പരാതിക്കാരിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണെന്നും നിങ്ങളുടെ പരാതി നേരത്തെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിലുള്ളതാണെന്നും നിങ്ങൾ പോലീസുമായിട്ട് സഹകരിച്ച് നടപടികളിലേക്ക് പോകണമെന്നും ഞാൻ പോലീസിനെ എന്റെ ഒരു ലോ അബൈഡിംഗ് സിറ്റിസൺ എന്ന നിലയിൽ പരാതി ഫോർവേഡ് ചെയ്തിട്ടെന്ന് ഞാൻ ഒരു മറുപടി കൊടുക്കും. അവര് തന്നെ സമ്മതിച്ചല്ലോ എനിക്ക് പരാതി ഇല്ലായിരുന്നു. എനിക്കാരും പരാതി തന്നിട്ടില്ല. ഞാൻ KPCC പ്രസിഡന്റായിട്ട് 7 മാസമാണ്. എനിക്കാരും പരാതി തന്നിട്ടില്ല. എനിക്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഗെറ്റിംഗ് എ കംപ്ലൈന്റ് and then and there immediately I forward the same to the police. അത് ഞാൻ പറയാൻ പറ്റില്ല. I cannot. അതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങൾ വേറെ. ആ വിഷയങ്ങൾ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തികഞ്ഞ വിജയപ്രതീക്ഷയിലും ഐക്യത്തിലുമാണ് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞാനൊരു കുറച്ചുനാൾ കോടതിയിൽ പോയിട്ടുള്ള ഒരാളാണെന്ന് കുറച്ചു പേർക്ക് അറിയാമല്ലോ. പരാതി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ സേഫ് സൈഡിന് വേണ്ടി കൂടി ഞാൻ പരാതി ഫോർവേഡ് ചെയ്യാൻ ഐ എം ബൗണ്ട് ടു. നോക്കൂ, എന്തൊരു മറുപടിയാണ് KPCC അധ്യക്ഷൻ പറഞ്ഞതെന്ന് നോക്കൂ. താൻ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി മാത്രം ആ പരാതി കൈമാറി എന്നതിനപ്പുറം എന്തെങ്കിലും മാറ്റം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉണ്ടോ എന്ന് നോക്കൂ. അദ്ദേഹത്തിന് ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ പരാതിക്കാരിയുടെ പേരില്ല, നാടില്ല, അഡ്രസ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തിനാണ് അവരുടെ പാർട്ടിക്കാർക്ക് സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കാൻ ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണോ ആ പേര് അദ്ദേഹം അന്വേഷിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇത്രയും അധികം ഗുരുതരമായ പരാതികൾ വീണ്ടും വീണ്ടും പെൺകുട്ടികൾ പറയുകയാണ്. അയാൾ അധികാര സ്വാധീനം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ വേട്ടയാടിയെന്ന പെൺകുട്ടികളുടെ പരാതികൾ ആവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു KPCC അധ്യക്ഷന്റെ ആ രീതിയിലുള്ള ഒരു പ്രതികരണമായി നമുക്കതിനെ കാണാൻ കഴിയില്ല. അവരുടെ പാർട്ടിയിലെ തന്നെ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവും ഒക്കെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് പറയുമ്പോൾ പോലും ഇതിലെ അഴകുഴമ്പൻ നിലപാടാണ് KPCC പ്രസിഡന്റ് ആവർത്തിക്കുന്നതെന്നേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. സമാനമായ നിലയിൽ ലൈംഗിക വൈകൃതം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു എന്ന് പറയുന്ന മറ്റൊരു പരാതിയാണ് KPCC അധ്യക്ഷന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ KPCC അധ്യക്ഷൻ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പരാതി അയക്കുന്നത് എന്നത് ആ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് താങ്കൾ കേട്ടത്. ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത KPCC അധ്യക്ഷനായി അദ്ദേഹത്തിന് എത്ര നാൾ തുടരാൻ കഴിയും? രേണുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ 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 രേണുക, ഞാൻ പൂർണ്ണമായിട്ടും താങ്കളാ പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് മറ്റു പലർക്കും പരാതി കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ പബ്ലിക് ഡൊമൈനിൽ നിന്ന് കൃത്യമായി പറയും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് അവിശ്വസിക്കാതിരിക്കാം. അദ്ദേഹം ഇന്ന് ആ പരാതി പൂഴ്ത്തുകയോ ആ പരാതി ഈ പറഞ്ഞ പോലെ മറ്റു പല പാർട്ടികളും ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് ഈ പരാതി പൂഴ്ത്താൻ പറ്റില്ല. കാരണം അതിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് അയക്കുന്നു എന്ന് ആ പെൺകുട്ടി തന്നെ ആ മെയിലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് പൂഴ്ത്താൻ പറ്റില്ല. ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് പൂഴ്ത്താൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടത് പോലീസ് ചീഫിന് തന്നെ അത് കൊടുത്തിരിക്കുന്നു. അതിനോട് അനുബന്ധിച്ച് ഇതിൽ നേരത്തെ പോലീസിന് വന്നിട്ടുള്ള അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു പരാതി എന്നുള്ള നിലയ്ക്ക് ഞാനത് പോലീസാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ലോ അബൈഡിങ് സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനെ നമുക്ക് തൽക്കാലം ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ പലതിലും പല പല വശങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. മുമ്പൊക്കെ തെളിവ് വന്നിട്ടില്ലല്ലോ, പരാതി വന്നിട്ടില്ലല്ലോ, FIR വന്നിട്ടില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ഒരു പരിധി വരെ മറ്റു പലരും VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഒന്നും എടുത്ത പോലത്തെ എന്തിന് K മുരളീധരനോ രാജ്മോഹൻ ഉണ്ണിത്താനോ പോലെയുള്ളവരോ എടുത്ത അത് മാത്രവുമല്ല ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെൺകുട്ടി അതിനുശേഷം അങ്ങേക്ക് പരാതി നൽകിയിരുന്നു ആ വിഷയത്തിൽ. അത് കിട്ടിയത് അതെനിക്ക് കിട്ടിയത് അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് പോലീസ് FIR എടുത്തു. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ അറിയിച്ചാണ്, ആ വിവരം അറിയിച്ചാണ്. അത് ആദ്യത്തെ കുട്ടി എന്നെ അറിയിച്ചാണ്. അത് പോലീസ് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിയിച്ചത്, മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം. ഇതിപ്പോ KPCC പ്രസിഡന്റാണ് കേരളത്തിൽ കിട്ടിയത്, മുഖ്യമന്ത്രിക്കല്ല. അത് പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു. ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ, ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു. ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ, ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പേരുകൾ പലരുടെയും പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്, തല ഉയർത്തിയാണ് നിൽക്കുന്നത്. പരാതി വന്നപ്പോ അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരുന്നിരുന്നു. അല്ലെ, അത് നോക്കാം, അത് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അത് പാർട്ടി ആലോചിക്കും ഉറപ്പായും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവാദം നിരന്തരം വരികയും കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ
മാത്രം സമയം കളയും. അല്ലല്ല, അതൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആരും പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ആരും ഇറങ്ങിയിട്ടില്ല, പ്രതിരോധിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. തെറ്റ് അതുകൊണ്ടല്ലേ, തെറ്റ് ചെയ്താൽ അത് അന്വേഷിക്കണം, പോലീസ് അന്വേഷണം നടത്തണം, പോലീസ് അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം. അത് പോലീസിന്റെ കൂടെയുള്ള ആരോപണ വിധേയനായിട്ട് ഇപ്പോൾ വന്ന ആൾ സ്ഥാനാർത്ഥിയാണ് UDFന്റെ അടൂർ നഗരസഭയിൽ 8ാം വാർഡിലെ. അത് അന്വേഷിക്കുന്നുണ്ട്, നമുക്കറിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം, നോക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കൂടുതൽ നടപടിയുടെ സാധ്യത തള്ളുന്നില്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നതാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം ആവർത്തിക്കുകയാണ്. മാത്രവുമല്ല, നോക്കൂ, പാർട്ടി മാതൃകാപരമായ പരാതി കൈമാറിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ അതേസമയം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ്, ബോധ്യത്തിലാണ് നടപടിയെടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പരാതികളൊന്നും വെളിച്ചം കണ്ടിട്ടില്ല എന്നതുകൂടി അറിയണം. പെൺകുട്ടി സ്വമേധയാ പരാതി നൽകാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടായത്, അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് കൂടി അറിയണം. ശ്രീ ജോർജ് പൊടിപ്പാറ, എനിക്ക് തോന്നുന്നു താങ്കൾ തുടരുന്നുണ്ട് എന്നതാണ്, ഞാൻ അങ്ങനെ കരുതുന്നു. പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഇതിൽ വേണമെങ്കിൽ അതിന് തീവ്രത പോരാന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ഒരു പഞ്ചില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും അദ്ദേഹം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് VD സതീശനും പറഞ്ഞത്. ഇത് KPCC പ്രസിഡന്റ്. ഓക്കെ, ഞാൻ ആ കാര്യത്തിൽ താങ്കളോട് സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് ആരാണ്? ഷാഫി പറമ്പിലാണ് എന്നതാണല്ലോ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ആ ഷാഫി പറമ്പിൽ എടുക്കുന്ന നിലപാടിന് സമാനമാണ് പ്രതിപക്ഷ KPCC അധ്യക്ഷൻ എടുക്കുന്ന നിലപാട്. അതിനപ്പുറം ഒന്നും അദ്ദേഹം പറയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചേരുന്ന ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പ്രതിപക്ഷ നേതാവ് പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, പാർട്ടി നേതൃത്വം അറിഞ്ഞു തന്നെ എടുത്തിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെ തീരുമാനം എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫ് അത് അറിയാതെ ഇരുന്നിട്ടുണ്ടാകില്ല KPCC അധ്യക്ഷൻ അല്ലാതിരുന്ന കാലത്തും എന്നത് നമുക്ക് ഉറപ്പിക്കാമല്ലോ. രമേശ് ചെന്നിത്തല അദ്ദേഹവും ആവർത്തിച്ച് ആ കാര്യം പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവിടെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, അതായത് ഇതിനകത്ത് 2 തലത്തിലുള്ള അവസ്ഥയുണ്ടായിരുന്നു. അതായത് പോലീസ് 2-3 മാസമായി കേസെടുത്തിട്ട്, ഈ കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും അതുവരെ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല. പക്ഷെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഈ പറഞ്ഞ ആരോപണം കഴമ്പുള്ളതാണ്, അത് കൂടുതൽ ആരോപണങ്ങൾ വരാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്തു. അതിനോട് അന്ന് അത് എല്ലാ തലത്തിലും പാർട്ടി ഐകകണ്ഠ്യേന എടുത്ത തീരുമാനമാണെന്ന് അവർ നിരന്തരം ആവർത്തിച്ചിട്ടുമുണ്ട്. സതീശൻ പിന്നീട് പലരും അതിൽ പലരും അതിൽ ഡൈല്യൂട്ട് ചെയ്തു. ഇപ്പൊ ഷാഫി പറമ്പിലാവട്ടെ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കം പലരും അതിൽ ആ നിലപാട് ഡൈല്യൂട്ട് ചെയ്ത് ചില മൗനാനുവാദങ്ങളൊക്കെ കൊടുത്ത് ഈ അത്യാവശ്യം പുള്ളിക്ക് പാർട്ടിയിലെ കാര്യങ്ങളിൽ ഇടപെടാൻ പാലക്കാടൊക്കെ പോയി വിലസാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു. അവിടെ ഞാൻ പറയുന്ന വേറൊരു പോയിന്റ് കൂടി രേണു പറയാത്തൊരു കാര്യമുണ്ട്. അവിടെ പാർട്ടി മാത്രമല്ല ഡൈല്യൂഷൻ വരുത്തിയതെന്ന് കൂടി നമ്മൾ ഈ ആനുഷംഗികമായിട്ട് നമ്മൾ ആലോചിക്കണം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ 2 പാർട്ടികളെ നമുക്കറിയാം. CPM-നെ അറിയാം, അതുപോലെ തന്നെ BJP അറിയാം. പുള്ളി കാലുകുത്തുന്ന സമയത്ത് പേരിന് ചടങ്ങ് ചില സമരങ്ങൾ നടന്നതല്ലാതെ ഈ പോലീസ് കേസെടുക്കുന്നില്ല, പരാതി വരുന്നില്ല, പരാതിക്കാരൻ രംഗത്ത് വരുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ അവരും സമരമൊക്കെ അവസാനിപ്പിച്ച് രാഹുൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ പാട്ടിന് പോട്ടെ എന്ന് പറഞ്ഞ് അയാൾ പാർട്ടി പരിപാടികളിൽ മാത്രമല്ല MLA എന്നുള്ള നിലയ്ക്ക് സർക്കാർ പരിപാടികളിൽ എന്തിന് ശിവൻകുട്ടി മിനിസ്റ്റർ പങ്കെടുത്ത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുത്തു. അന്ന് ശിവൻകുട്ടി ഞാൻ ഇറങ്ങിപ്പോകാതിരുന്ന അയാളൊരു MLA ആണല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ പരാതികൾ വരാതിരുന്നൊരു ഘട്ടത്തിൽ ഇതൊക്കെ വ്യാജമാണോ, ഇലക്ഷൻ കാലത്ത് ഈ പറഞ്ഞ പോലെ ഉണ്ടായി വന്നൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണോ എന്ന് ഒരു വിഭാഗത്തിന് സംശയം തോന്നി എന്നുള്ളത് ശരിയാണ്. അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തത് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എത്ര സമയം വേണം? ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇദ്ദേഹത്തിന്റെ മുന്നിൽ, KPCC അധ്യക്ഷന് മുന്നിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പരാതിക്ക് മുന്നിൽ പറയുന്നുണ്ട് ഒരു ലൈംഗിക വേട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ്. അയാൾക്കെതിരെ വരുന്ന പരാതികൾ കേൾക്കുമ്പോൾ അറിയാം, ഒരേപോലെ വിവാഹ വാഗ്ദാനം നൽകുന്നു, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു, ആവർത്തിച്ച് അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി അവരുമായി പരിചയം സ്ഥാപിച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ആ പെൺകുട്ടികളെയാണ് ഇയാൾ ദുരുപയോഗം ചെയ്യുന്നത്. അവരോട് ഗർഭം ധരിക്കണം, നിങ്ങൾ ഗർഭം ധരിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗർഭിണിയാക്കുകയാണ്. അതിനുശേഷം അവരുടെ ജീവൻ പോലും അപകടത്തിൽ വരുന്ന നിലയിൽ അവരെ ദുരുപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ആ പരാതി കയ്യിൽ വെച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സംസാരിച്ച ഭാഷ കണ്ടോ താങ്കൾ? ചിരിക്കുന്നു, തമാശ പറയുന്നു.
അതത്ര നല്ലൊരു ടോണിലല്ല അദ്ദേഹം സംസാരിച്ചതെന്ന് രേണുകയ്ക്ക് തോന്നിയതിനോട് എനിക്കും യോജിപ്പുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ടതാണ്, കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ പറയേണ്ടതാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ മാനറിസംസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സംസാര രീതിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല കുറച്ചുകൂടി നന്നായി ശക്തമായി പറയേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നൽ രേണുകയുടെ അതേ തോന്നൽ എനിക്കുമുണ്ട്. ഞാനത് പങ്കിടാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം പാർട്ടിയെ ആകത്തുകയില്ല, അല്ലെങ്കിൽ ഹോൾ പാർട്ടിയെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ VD സതീശൻ എടുത്ത പോലത്തെ ഒരു നിലപാട് ഏതെങ്കിലും പാർട്ടി ഇത്തരം വിഷയങ്ങൾ വന്നപ്പോ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയല്ലേ. ആകാശം ഇടിഞ്ഞു വീണാലും കടലിരമ്പി വന്നാലും ഞാൻ എന്റെ ബോധ്യങ്ങളിൽ നിന്ന് എടുത്ത നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു. ഈവൻ രമേശ് ചെന്നിത്തല പോലും അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. കെ മുരളീധരനും വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞില്ലേ. അപ്പോ ഇങ്ങനെ നേരെ മറിച്ച് കെ സുധാകരന്റെ നിലപാട് പല ഘട്ടങ്ങളിലും ചാഞ്ചല്യപ്പെട്ട് ഇങ്ങനെ ഫലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന പോലെയായിരുന്നു. ഈവൻ KPCC പ്രസിഡന്റ് നിലപാട് പോലും വളരെ മയത്തിൽ വേണമെങ്കിൽ നീ അത്യാവശ്യമൊക്കെ പ്രവർത്തിച്ചോ എന്ന നിലപാടിലായിരുന്നു. പാലക്കാട്ടെ DCC പ്രസിഡന്റിന്റെ അവിടുത്തെ MP ഒക്കെ ഒരു ഘട്ടത്തിൽ വല്ലാതെ അയഞ്ഞ സമീപനം സ്വീകരിക്കുന്ന കാഴ്ച കണ്ടു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഷാഫി പറമ്പിൽ പോലും ശക്തമായൊരു നിലപാടെടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ ജോർജ് പൊടിപ്പാറ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി വേണ്ടേ? ഇനി ഒരു അയഞ്ഞാൻ നിലപാട് പാർട്ടിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഒരു അഴകുഴമ്പൻ നിലപാടുമായിട്ട് ആർക്കും ഇട്ട് രംഗത്ത് വരാനും പറ്റില്ല. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നട്ടല് നിവർത്തി ശിരസ് കുനിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് ഗോദായിൽ നിൽക്കാനുള്ള ഒരു അവസരം പാർട്ടി കളഞ്ഞു കുളിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശക്തമായ നിലപാടെടുത്തിട്ടും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പാർട്ടിക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ വലിയ നേതാക്കളടക്കമുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ആരാണ് ഏതാണെന്നും പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല കാര്യങ്ങളാണ് അതൊക്കെ. അവരുടെയൊക്കെ ഒരു മൃദു സമീപനം ഉണ്ടായിരുന്നോ? ചിലതൊക്കെ ഈ കെയർ ഓഫിൽ നേടാൻ ശ്രമിച്ചോ, ചിലരെ വെട്ടാൻ ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരള സമൂഹം മാധ്യമങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും, എനിക്ക് കൃത്യമായ തെളിവുകളൊന്നും എന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ചേർത്ത് വായിക്കുമ്പോൾ പലതും പൊരുത്തപ്പെടാത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഒരു വശത്ത് ശക്തമായി നിന്ന VD സതീശനെ പോലുള്ളവരുണ്ട്, മറുവശത്ത് നേരത്തെ ഞാൻ ഉപയോഗിച്ച അതേ വാക്ക് വീണ്ടും. തീർച്ചയായും എന്തായാലും ഇപ്പോഴും VD സതീശൻ നൽകുന്നത് ഒരു നടപടിയുടെ സൂചനകൾ തന്നെയാണ്. അക്കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്നതാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. വീണ്ടും ഒരു പരാതി കൂടി, സമാന നിലയിലുള്ള പരാതി കൂടി പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വരുമ്പോഴാണ് കൂടുതൽ നടപടികൾ എന്നതിൽ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നതിന്റെ സൂചനകൾ പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. നേരത്തെ കെ മുരളീധരനും സമാനമായ നിലയിലുള്ള പ്രതികരണമാണ് നൽകിയത്. KPCC അധ്യക്ഷൻ അതിനെ ചിരിച്ചും പരിഹസിച്ചും ഒക്കെയുള്ള ഒരു പ്രതികരണം നൽകുന്നുണ്ട് എങ്കിൽ പോലും സ്വാഭാവികമായും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത് DGPക്ക് കൈമാറിയിരിക്കുന്നു. മാത്രവുമല്ല നടപടികൾ കൂട്ടായ നേതൃത്വം ആലോചിച്ച് വേണമെങ്കിൽ ചെയ്യും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നത് പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കലിലേക്ക് എത്തുമോ എന്നതാണ്. അതിനപ്പുറം MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തുടരുകയാണ്. MLA സ്ഥാനത്തിരുന്നു കൊണ്ട് നിയമ പരിരക്ഷ കിട്ടുന്നതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതിരിക്കാനുള്ള ഒളിച്ചുകളി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. 3 സംസ്ഥാനങ്ങളിലായി മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെയും പരിചയപ്പെട്ടവരുടെ വാഹനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ തന്നെ ചിലരുടെ സമ്മതത്തോടും അവരുടെ സഹായത്തോടും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളി സങ്കേതത്തിൽ ഇരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ഈ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് അന്വേഷണ സംഘം കൊണ്ടുവരുമോ, അത് കോടതി പരിഗണിക്കുമോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ തിരിച്ചടി നേരിടുമോ തുടങ്ങി വിവിധ ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇതിനോടകം ഉള്ള പരാതി തന്നെ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ജീവന് ഹാനി വരുത്താനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള നിരവധിയായ വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ അടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണ് എന്ന് നമുക്ക് പറയാം. VV വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിനോദ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് വരുന്നു എന്നതാണ് ഒരു സാഹചര്യം. മറ്റൊന്ന്,
ഈ അറസ്റ്റ് വൈകുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് തീർച്ചയായും ഭരണപക്ഷത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്നതാണ്. എന്തുകൊണ്ട് 6 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു വ്യക്തിയെ പിടികൂടാൻ കഴിയുന്നില്ല നമ്മുടെ അന്വേഷണ സംവിധാനത്തിന് എന്നൊരു ചോദ്യം വളരെ ശക്തമാകുന്നു. അത് രാഷ്ട്രീയ നേട്ടത്തിന് ഈ വിഷയം ദുരുപയോഗിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടാക്കലാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നു. ഈ കാര്യത്തിൽ നാളത്തെ ദിവസം വളരെ നിർണായകമാണ് എന്ന് ആണോ നമ്മൾ കരുതേണ്ടത്? മുൻകൂർ ജാമ്യാപേക്ഷ അതിലെ കോടതിയുടെ തീരുമാനമാകുമോ ഏറ്റവും നിർണായകമാവുക? രേണുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, 2 കാര്യങ്ങളാണ് സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവുക എന്നൊരു അജണ്ട സർക്കാരിനുണ്ടെന്നുള്ള കോൺഗ്രസിന്റെ തന്നെ ആരോപണം. മറ്റൊന്ന്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയെ സമീപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. തിരഞ്ഞെടുപ്പ് കാലത്ത് അത് ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല, ക്ഷീണം ചെറുതായിരിക്കില്ല. അതുകൂടി സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഈ വിവാദം നിലനിർത്തുക എന്നത് മാത്രമല്ല, തിടുക്കപ്പെട്ട് എന്തെങ്കിലും നടപടി എടുത്താൽ അത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലാകട്ടെ, ശബരിനാഥിന്റെ അറസ്റ്റിലാകട്ടെ, PC ജോർജിന്റെ അറസ്റ്റിലാകട്ടെ, പലരെയും അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പിൽ എത്തുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടുകയും അത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തിടുക്കത്തിലുള്ള നടപടികളായിപ്പോയി എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്നിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, P. ശശി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനമാണ് ഇങ്ങനെ തിടുക്കപ്പെട്ടുണ്ടാകുന്നതെന്നൊരു ആക്ഷേപം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് വന്നിരുന്നു. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടിയാണ് സർക്കാരിന്റെ നീക്കം. ഒന്ന്, വിവാദം കത്തിച്ചു നിർത്തുക എന്ന രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ തിടുക്കപ്പെട്ട എന്തെങ്കിലും നടപടിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്ന നിലയുണ്ടായാൽ അത് സർക്കാരിനുണ്ടാക്കുന്ന തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചെറുതായിരിക്കില്ല എന്ന ബോധ്യം കൂടി സർക്കാരിനുണ്ട്. ഈ 2 കാര്യവും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ KPCC നേതൃത്വം എടുക്കുന്ന നിലപാട് അത് ഖേദകരമാണ് എന്ന് പറയാതെ തരമില്ല. കാരണം കഴിഞ്ഞ ദിവസവും KPCC അധ്യക്ഷൻ ചോദിച്ചത് തൻ്റെ പോക്കറ്റിലുണ്ട് എന്ന മറുപടിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എവിടെ ഒളിവിലാണ്, കോൺഗ്രസ് പാർപ്പിക്കുന്നു എന്ന LDFിൻ്റെയൊക്കെ ആരോപണം ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ചില നീക്കങ്ങൾ, സമീപകാലത്തുണ്ടായ നീക്കങ്ങൾ, അത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നതായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അത് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നത് വളരെ വ്യക്തമാണ്. ഈ ആരോപണം വരുന്നു, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, ആ പെൺകുട്ടി അറിയാമെന്നതും രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമാണ്. പാർട്ടി മാറ്റി നിർത്തിയാൽ ആ വ്യക്തി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ പങ്കെടുക്കുന്നത്? സജീവമായി മറ്റ് നേതാക്കളെക്കാൾ വാശിയോടുകൂടി രാഹുൽ മാങ്കൂട്ടം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിർത്തിയിരിക്കുമ്പോഴാണ് അത് തന്നെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന നടപടിയായി. അവിടെയാണ് ഈ KPCC പ്രസിഡന്റ് വളരെ ലളിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരിധിവരെയൊക്കെ ന്യായീകരിക്കുന്ന തരത്തിൽ എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തട്ടി കോൺഗ്രസ് മറിഞ്ഞടിച്ച് വീഴുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു യുവ നേതാവിന്റെ പേരിൽ ഒരു പാർട്ടി അപ്പാടെ നാറുന്ന നിലയിലേക്ക്. വിനോദ്, ഇപ്പോൾ റിനി ആൻഡ് ജോർജ് നടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റിനി മുന്നോട്ട് വന്ന് പരാതിപ്പെടാൻ കാട്ടിയ ധൈര്യമാണ് ആദ്യ പരാതി നൽകിയ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാനുള്ള ഒരു പ്രചോദനമായത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ധൈര്യത്തിൽ നിന്ന് മറ്റൊരു പെൺകുട്ടി കൂടി ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. നിരവധി പെൺകുട്ടികൾ ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വൈകൃതത്തിന് ഇരയായിട്ടുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് വരുന്നത്. എന്താണ് റിനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ആദ്യത്തെ അതിജീവിതയുടെ കാര്യം പോലെ തന്നെ ഈ കാര്യത്തിലും കൃത്യമായ ഒരു ഇത് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. കാരണം ഞാൻ മനസ്സിലാക്കിയത്, ചാനലിലൂടെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആ കുട്ടിക്ക് പരാതിയുമായി മുന്നോട്ട് പോകുവാൻ ഭയമാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടു, നേരത്തെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന കടുത്ത സൈബർ അറ്റാക്ക് അത് മറ്റു പെൺകുട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 1-2 കേസുകളല്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. നിരന്തരമായി ഇങ്ങനെ പല യുവതികളെയും ഇദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലാണ് പല പെൺകുട്ടികളും പരാതികളും പല കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പിന്നെ വരാനുള്ള മടി കാണിക്കുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കടുത്ത രീതിയിൽ നേരിടേണ്ടി വരുന്ന സൈബർ അറ്റാക്കാണ്. ഇപ്പോ എന്റെ കാര്യത്തിൽ ഞാൻ പേര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങളൊന്നും നൽകാതെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും ഞാൻ കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ പെൺകുട്ടികൾക്ക് വലിയ ഭയം ഉണ്ടാവുകയാണ്. അപ്പൊ ആ ഭയം എല്ലാം മാറ്റി അതിജീവിതകൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം പോലീസും ഗവൺമെന്റും അതോടൊപ്പം നമ്മൾ സമൂഹവും ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റിനി, ഇപ്പോൾ ആദ്യ പരാതി ലഭിച്ചിട്ട് 6 ദിവസം പിന്നിടുകയാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല.
ഈ അറസ്റ്റ് വൈകുന്നതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, ഈ ഒരു പരാതി നൽകാൻ എത്രമാത്രം ഭയപ്പാടുണ്ട് എന്നത് ഈ അവസാന പരാതിയിലും നമുക്ക് കാണാം. ഈ പരാതി നൽകിയവർ, പരാതി പറഞ്ഞവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെ ഭയപ്പെടുത്തുന്നു എന്ന് ഈ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ സമ്മർദ്ദത്തിലും ഭീഷണിയിലും നിന്നുകൊണ്ട് പെൺകുട്ടികൾ പരാതി നൽകിയിട്ട് ഈ അറസ്റ്റ് വൈകിപ്പോകുന്നു എന്നത് അവരെ വിഷമത്തിലാക്കില്ലേ? അങ്ങനെ നടപടികൾ വൈകുന്നത് ഒരു തെറ്റായ മെസ്സേജ് നൽകില്ലേ? നടപടികൾ വൈകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടി കോടതിയുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിജീവിതകൾക്ക് ഒരു ഭയവും കൂടാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു വിധിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു നടപടിയായിരിക്കണം കോടതിയുടെ മുമ്പിൽ നിന്ന് ഉണ്ടാകേണ്ടത്, അതായത് കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് കൂടി ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം അതല്ലെങ്കിൽ അതിജീവിതകൾക്ക് ഉണ്ടാവുന്ന ഒരു ഭയം, കൂടുതൽ അവർ ഭയപ്പെടുകയും പരാതികളുമായി മുന്നോട്ട് വന്നാൽ ഗുണമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസും ഗവൺമെന്റും ഇതിനകത്ത് ശക്തമായി ഇടപെടുകയും അതിനോടൊപ്പം തന്നെ കോടതി അതിജീവിതകൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും റിനി ആൻഡ് ജോർജ് ആണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. നാളെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. കോടതികളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അതൊരു സന്ദേശമാണ്. അത് തീർച്ചയായും ഈ പരാതി നൽകാൻ മുന്നോട്ട് വരാനുള്ള പ്രേരണയാണ്. ആ ഘട്ടത്തിൽ കോടതിയുടെ തീരുമാനങ്ങൾ അത്തരമൊരു സന്ദേശമായിരിക്കണം എന്ന ഒരു അഭിപ്രായമാണ് റിനി പങ്കുവെക്കുന്നത്. സമാനമാണ് ആ വിഷയത്തിൽ നമുക്കും പറയാനുള്ളത്. കാരണം നാളെ വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. കോടതിയുടെ മുൻപിൽ വരുന്ന പരാതി, അതിനൊപ്പം തന്നെ ഇന്നത്തെ പരാതി കൂടിയുണ്ട്. കോടതി അത് പരിഗണിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും ഇത് ഇങ്ങനെ അതിജീവിതമാർക്ക് മുന്നിൽ നിന്ന് പോരാടാൻ പ്രചോദനമാകുന്ന തരത്തിലുള്ളൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. അതിനുശേഷമെങ്കിലും അന്വേഷണ സംഘം രാഹുലിലേക്ക് എത്തുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നാളെ നിർണായകമായ ഒരു ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.